നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത TV-യുടെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കാവലാളുകൾ. അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ ബഹുമാനിതരാവേണ്ട വ്യക്തികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നേ ഞാൻ പറയൂ. മറ്റൊന്നുമല്ല, അവർ ചെയ്യുന്ന സേവനം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ചെയ്യുന്ന ഡ്യൂട്ടി, അതാണ് നമ്മുടെ സമൂഹത്തെ ഒരു പരിധിവരെയെങ്കിലും അക്രമത്തിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ കേരള സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന ചുമതലകളും അവരുടെ ഡ്യൂട്ടിയും വളരെ സ്തുത്യർഹമാണ് എന്ന് പറയേണ്ടി വരും. 8 മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലരും അതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. പ്രത്യേകിച്ച് ഈ ട്രാഫിക് ഡ്യൂട്ടിയിലൊക്കെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഉള്ളിൽ ചെല്ലുന്ന കാർബൺ എത്രമാത്രം മാരകമാണ്. ഈ വെയിലും കൊണ്ട് ഈ കാർബണും ശ്വസിച്ച് മണിക്കൂറുകളാണ് ട്രാഫിക് ഡ്യൂട്ടിയിൽ അവർ നിൽക്കേണ്ടി വരുന്നത്. എനിക്കറിയാവുന്ന പല സംഭവങ്ങളും റിട്ടയർമെൻറ്റിന് മുൻപ് തന്നെ ഏതെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കണക്കുകൾ ഒരുപക്ഷെ പോലീസിൻ്റെ പക്കലുണ്ടാവാം, അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പക്കലുണ്ടാവാം. ഡൈയിങ് ഹാർഡ്നെസ്സിൽ ജോലിക്ക് കയറിയ ധാരാളം പേരെ എനിക്കറിയാം. ഇവർക്കൊക്കെ ഈ അകാല മൃത്യു സംഭവിക്കുന്നത് അവരുടെ ജോലി, മാനസിക സമ്മർദ്ദം, ശാരീരികമായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാമാണ്. കൂടാതെ കുറ്റാന്വേഷണത്തിൽ നമ്മുടെ പോലീസ് ഏറ്റവും മികച്ച പോലീസാണ്, യാതൊരു സംശയവുമില്ല. ഒരു കുറ്റകൃത്യം നടന്നാൽ എത്രയും വേഗം, അത് എത്രയോ സംഭവങ്ങൾ അടുത്തിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്, വിത്തിൻ നോ ടൈം അവർ പ്രതികളെ വലയിലാക്കുന്നുണ്ട്. ഗുണ്ടകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. പല മെഡിക്കൽ കേസുകളിലും പോലീസിൻ്റെ സേവനം വളരെ ബഹുമാനിക്കേണ്ട ഒന്നാണ്. ചില കരൾ മാറ്റിവെക്കൽ, ഹൃദയം മാറ്റിവെക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാകുന്നത്, ചിലപ്പോൾ പിരിച്ചുവിടപ്പെടുക പോലും ചെയ്യുന്നത്? ഈ കാര്യം വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.